ഇനി ബാങ്കിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട PSC ഫാക്ട്സ്. ലോകത്താദ്യമായി കസ്റ്റമർ സർവീസിന് റോബോട്ടിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ബാങ്കാണ് HDFC ബാങ്ക്. HDFC ബാങ്ക് ആരംഭിച്ചത് 1994 ആസ്ഥാനം മുംബൈയാണ്. വി അണ്ടർസ്റ്റാൻഡ് യുവർ വേൾഡ് എന്ന ആപ്തവാക്യം, ഞങ്ങൾ നിങ്ങളുടെ ലോകം മനസ്സിലാക്കുന്നു എന്ന ആപ്തവാക്യം HDFC ബാങ്കിൻ്റേതാണ്. ഇനി നമുക്കറിയാം, ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ വാണിജ്യ ബാങ്കാണ് SBI. 1955 SBI ആരംഭിച്ചത്. ഇന്ത്യയിൽ ആദ്യമായി ATM ആരംഭിച്ച ബാങ്കാണ് HSBC ബാങ്ക്. മുംബൈയിലാണ് ATM ആരംഭിച്ചത് 1987. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്കിംഗ് റോബോട്ട് എന്ന് പറയുന്നത് ലക്ഷ്മിയാണ്. സിറ്റി യൂണിയൻ ബാങ്കാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്കിംഗ് റോബോട്ട് ആരംഭിച്ചത്. ഇനി ആദ്യത്തെ ഒഴുകുന്ന ATM കൊച്ചിയിലാണ് 2004. RBI കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. 1935 ഏപ്രിൽ 1 സ്ഥാപിതമായത്. 1949 ദേശസാൽക്കരിച്ചു. ആസ്ഥാനം മുംബൈയാണ്. നിലവിലെ ഗവർണർ ശക്തികാന്ത ദാസ് ആണ്. ഓസ്ബോൺ സ്മിത്ത് ആയിരുന്നു RBIയുടെ ആദ്യത്തെ ഗവർണർ. RBIയുടെ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ CD ദേശ്മുഖ്. ഇന്ത്യയിലെ ചില പ്രധാനപ്പെട്ട നോട്ട് നിരോധനം ഏർപ്പെടുത്തിയ വർഷങ്ങൾ. 1946 500, 1000, 10,000 രൂപയുടെ കറൻസി നോട്ടുകൾ നിരോധിച്ചു. RBI ഗവർണർ CD ദേശ്മുഖ് ആയിരുന്നു ആ സമയത്തെ RBI ഗവർണർ. 1978 1000, 5000, 10,000 രൂപയുടെ കറൻസികൾക്ക് നിരോധനം ഏർപ്പെടുത്തി. 2016 500 രൂപയും 1000 രൂപയും പിൻവലിച്ചു. 2016 നവംബർ ആ സമയത്ത് തന്നെ പുതിയ 500 രൂപയും പുതിയ 2000 രൂപയും പുറത്തിറക്കി. 2023 2000ൻ്റെ നോട്ടുകൾ പിൻവലിച്ചു. 2000ൻ്റെ നോട്ടുകൾ 2023 പിൻവലിച്ചു. 2023 മെയ് 19 RBI 2000 നോട്ടുകൾ പിൻവലിക്കുന്നതായി പ്രഖ്യാപിച്ചു. കേരളത്തിൻ്റെ സ്വന്തം ബാങ്ക് എന്ന വിശേഷണത്തോടെ കേരള സർക്കാരിൻ്റെ മേൽനോട്ടത്തിൽ ആരംഭിച്ച ധനകാര്യ സംരംഭമാണ് കേരള ബാങ്ക്. 2019 നവംബർ 29 പ്രവർത്തനം ആരംഭിച്ചു. നബാർഡ് കൃഷിക്കും ഗ്രാമവികസനത്തിനുമായിട്ടുള്ള ബാങ്കാണ് നബാർഡ്. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് എന്നുള്ളതാണ് നബാർഡിൻ്റെ പൂർണ്ണരൂപം. 1982 ജൂലൈ 12 സ്ഥാപിതമായത്. ആസ്ഥാനം മുംബൈയാണ്. നിലവിലെ ചെയർമാൻ ഷാജി KV ആണ്. ബാങ്കിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ടേമാണ് IFSC കോഡ്. എന്താണ് IFSC കോഡ്? എന്താണ് IFSCയുടെ പൂർണ്ണരൂപം? ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കോഡ് എന്നുള്ളതാണ് IFSC കോഡിൻ്റെ പൂർണ്ണരൂപം. ഇതൊരു ആൽഫ ന്യൂമറിക് കോഡാണ്. അതായത് അതിൽ ഡിജിറ്റ്സും ഉണ്ടാവും, അതേപോലെ തന്നെ ലെറ്റേഴ്സും ഉണ്ട്. ആൽഫ ന്യൂമറിക് കോഡാണ്. ഒരിക്കൽ PSC ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് IFSC കോഡിലെ അക്കങ്ങൾ എത്ര അക്കങ്ങളാണ് ഉണ്ടാകുക എന്നുള്ളത്. ഒരു 11 ക്യാരക്ടർ കോഡാണ്. 11 ആൽഫബറ്റ്സും ന്യൂമറിക്സ് നമ്പേഴ്സുമായിട്ട് 11 ക്യാരക്ടറുള്ള കോഡാണ് IFSC കോഡ് എന്ന് പറയുന്നത്. ഇതിൽ ബാങ്ക് നെയിം റെപ്രസെൻ്റ് ചെയ്യും. പിന്നെ അതേപോലെ തന്നെ ആദ്യത്തെ 4 ആൽഫബറ്റിക് ക്യാരക്ടേഴ്സ് ബാങ്ക് നെയിം റെപ്രസെൻ്റ് ചെയ്യുന്നതും ലാസ്റ്റ് 6 ക്യാരക്ടേഴ്സ് അത് സാധാരണയായിട്ട് ന്യൂമറിക് ആയിരിക്കും, നമ്പേഴ്സ് ആയിരിക്കും. പക്ഷെ ചിലപ്പം അത് ആൽഫബറ്റിക്കും ആവാം. ബ്രാഞ്ചിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആൽഫബറ്റിക്കും ആവാം. 5ാമത്തെ ക്യാരക്ടർ എന്ന് പറയുന്നത് 0 ആണ്. ഇങ്ങനെ 11 ക്യാരക്ടേഴ്സാണ് IFSC കോഡിൽ ഉണ്ടാവുക. ആദ്യത്തെ 4 ക്യാരക്ടേഴ്സ് ബാങ്ക് കോഡിനെ റെപ്രസെൻ്റ് ചെയ്യും. പിന്നത്തെ 6 ക്യാരക്ടേഴ്സ് ന്യൂമറിക്കലാണ് യൂഷ്വലി ഉണ്ടാവാറുള്ളത്. പിന്നെ ലാസ്റ്റ് ഒരു 0 ഉണ്ടാവും. ഫിഫ്ത്ത് ക്യാരക്ടർ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇനി ബാങ്കിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള ഒരു സംവിധാനമാണ് UPI. എന്താണ് UPI എന്ന് ചോദിച്ചാൽ, എന്താണ് UPIയുടെ പൂർണ്ണരൂപം? യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ്. അതാണ് UPIയുടെ പൂർണ്ണരൂപം. യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ്. UPI വികസിപ്പിച്ചത് നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ്. നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ് UPI വികസിപ്പിച്ചത്. RBIയുടെ നിയന്ത്രണത്തിലാണ് ഈ സംവിധാനം ഉള്ളത്. 2016 ഏപ്രിൽ 11 ആദ്യ പതിപ്പ് നിലവിൽ വന്നത്.
ഇപ്പോൾ UPIയുടെ പൂർണ്ണരൂപം യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ്. വികസിപ്പിച്ചത് നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. RBIയുടെ നിയന്ത്രണത്തിലാണ്. 2016 ഏപ്രിൽ 11 ആദ്യ പതിപ്പ് നിലവിൽ വന്നത്.